നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നോക്കിക്കാണുന്നത് ഒരു എന്തോ അപരാധം ചെയ്യുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത്. ഇങ്ങനത്തെ റോളൊക്കെ അഭിനയിക്കണോ, വലിയ പത്രാസുകാരിയെന്നാണ് ഭാവം, അങ്ങനെയൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയും. ഞാൻ ചെയ്യുന്നത് പോകുന്ന വഴിയാണ് റൈറ്റ് എന്നുള്ളൊരു ഉത്തമ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് 1978-ലാണ്. ഹോർലിക്സിന്റെ നിറം എന്താണെന്ന് ശ്രീനി അങ്കിള് ചോദിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പൊ അമ്മ എനിക്ക് ഹോർലിക്സ് തരുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കറിയാലോ അതിന്റെ നിറം എന്താന്ന്. പക്ഷേ അത് പച്ചയാണെന്നോ മഞ്ഞയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. 3.5 വയസ്സിലാണ് ആദ്യ സ്റ്റേജിൽ കളിച്ചത്. ആദ്യ സ്റ്റേജിൽ ഗുരുവായൂര്. നിങ്ങളുടെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാ വീട്ടില്? വെജിറ്റേറിയൻ ആണ്. എപ്പോഴും എൻഗേജ്ഡ് ആവുക എന്നുള്ളത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. എന്താണോ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വേറെ വറീസ് ഉണ്ടാവില്ല. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി ബെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രമാദേവി ചേച്ചിയാണ്. വെൽക്കം. നമസ്കാരം ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ അങ്ങനെ സീരിയലും കുറച്ച് എന്താ പറയുക ഡാൻസ് ക്ലാസ്സുകളും സംഗീത ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാം ഒരേപോലെ മാനേജ് ചെയ്ത് പോകുന്നു അല്ലേ? എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലേ? പിന്നെ എപ്പോഴും എൻഗേജ്ഡ് ആവുക എന്നുള്ളത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താണോ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വേറെ വറീസ് ഉണ്ടാവില്ല. ഇതില് ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനവും എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഈ മൂന്നില് ഏതായിരിക്കും എന്ന് ചോദിച്ചാല് അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ അഭിനയമായാലും നൃത്തമായാലും ഒക്കെ ചെയ്യുന്നത് വളരെ എൻജോയ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ അഭിനയത്തിൻ്റെ രംഗത്ത് വരുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കോ ആക്ടേഴ്സ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻമാർ, അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ നടുക്കിലാണ് നമ്മളെപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ എനർജി നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവരായിട്ടുള്ള ആ ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു ഡിവൈൻ ലെവലിലേക്കൊക്കെ നമുക്ക് പല കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചത് രണ്ടും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. സംഗീതത്തിന്റെ കാര്യം ബാലൻസ് ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ നമ്മള് 2025 എത്തിയിരിക്കുന്നു. ചേച്ചി എത്ര ഇയേഴ്സ് ആയി ശരിക്കും ഇൻഡസ്ട്രിയില്? ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് 1978-ലാണ്. അയ്യോ, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ ഒരു കാലമായിരുന്നു. പാലക്കാട് പാറ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് രാഘവേട്ടൻ നായകനായിക്കൊണ്ടുള്ള ഒരു പടത്തിലാണ് ഞാൻ ആദ്യം. രാഘവേട്ടൻ്റെ ഹീറോയിനായിട്ടാണ്, സെക്കൻഡ് ഹീറോയിൻ, 2 ഹീറോയിൻസ് ആയിരുന്നു. അതിലൊരു ഹീറോയിൻ്റെ ക്യാരക്ടറിലാണ് ഞാൻ ആദ്യം വരുന്നത്. യൗവനദാഹം എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. പക്ഷെ അത് റിലീസായില്ല കേട്ടോ. ഷൂട്ടിംഗ് മുഴുവനായി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് റിലീസായില്ല. അതെന്ത് പറ്റി? അത് എന്താ സംതിങ് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്താണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ പിന്നാലെ നമ്മൾ പിന്നെ പോയിട്ടില്ല. വിഷമം തോന്നിയോ ആ സമയത്ത്? ആദ്യത്തെ മൂവി അങ്ങനെ ആയപ്പോഴേക്ക് വിഷമം തോന്നിയില്ല. കാരണം ഇല്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരൊക്കെ ആദ്യം അഭിനയിച്ചത് റിലീസായിട്ടില്ല. അങ്ങനെ ആലോചിച്ചപ്പോ പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത് എവിടുന്നായിരുന്നു? അത് പി ഭാസ്കരൻ മാഷ് ഗുരുവായൂർ ദേവസ്വം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗുരുവായൂർ മഹാത്മ്യം എന്നുള്ളൊരു പടം. അതിനകത്ത് മഞ്ജുള എന്നുള്ളൊരു ക്യാരക്ടറിന്റെ കൂട്ടുകാരിയായിട്ടാണ് അഭിനയിച്ചത്. ആ ഭാസ്കരൻ സാറിന് ഡയറക്ട് ചെയ്ത മണിത്താലിയില് സീമയുടെ കൂട്ടുകാരിയായിട്ട് ഒരു പാട്ട് സീനിൽ അഭിനയിച്ചു, പാട്ടുപാടി അഭിനയിച്ചു മണിത്താലിയില്. അങ്ങനെയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ വന്നത്. പിന്നെ കല്യാണമായി, പിന്നെ പഠിക്കുമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ട്രെയിനിങ്ങിനൊക്കെ പോയി, കോപ്പറേറ്റീവ് ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും നാടകത്തിലേക്കാണ് വന്നത്.
നാടകം. അത് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു ജോസ് ചിറമൽ എന്നുള്ള ഒരു ഡയറക്ടർ, അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാൾ, വ്യക്തി, പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് ജോസ് ചിറമൽ. അദ്ദേഹത്തിൻ്റെ സൂര്യവേട്ട എന്നുള്ളൊരു നാടകത്തിൽ നരിപ്പറ്റ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ പ്രശസ്തനായ നാടക സംവിധായകനൊക്കെയാണ് അദ്ദേഹം. സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അയൽവാസിയാണ്. അങ്ങനെ ആ നാടകത്തിൽ വന്നു. വീണ്ടും പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് തിരിഞ്ഞു. ചേച്ചി, ആ സമയത്ത് ഒരു നാടകത്തിലൊക്കെ സ്ത്രീകൾ വരുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അവരെ കണ്ടിരുന്നത്? ഞാനൊക്കെ വരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ ബാലതാരമായിട്ട് നാടകത്തിലെ, അല്ല 2ാം ക്ലാസ് പഠിക്കുമ്പോൾ 6 വയസ്സിൽ നാടകത്തിലെ ബാലതാരമായിട്ടാണ് ഞാൻ വരുന്നത്. അന്നൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടി യങ് ഏജായപ്പോൾ, ഒരു 9th 10th പഠിക്കുന്ന സമയത്ത് അമേച്ചർ നാടകങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ അമേച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോഴും അതുപോലെ പിന്നീട് പ്രൊഫഷനിലേക്ക് നമ്മൾ വരുമ്പോഴൊക്കെ ഒരു ലേഡീസിനെ, നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നോക്കിക്കാണുന്നത് ഒരു എന്തോ അപരാധം ചെയ്യുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത്. അതില്ല എന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വിൽ പവർ, നമ്മുടെ ചെയ്തികൾ, അതൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്, പോകുന്ന വഴിയാണ് റൈറ്റ് എന്നുള്ളൊരു ഉത്തമ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ വിശ്വാസത്തിന്റെ ബാക്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം കാണുമല്ലോ, അത് ഫാമിലി ആയിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് കല്യാണം കഴിയണ വരെ എൻ്റെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ഭർത്താവാണ് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തത്. നൃത്തരംഗത്തും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള അച്ഛനെയും അതുപോലെ ഭർത്താവിനെയും കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറ കാര്യമല്ല. ലക്കിയാണ്. അതെ അതെ അതെ, ഞാൻ ലക്കിയാണ് കേട്ടോ, സത്യമായിട്ടും. അതെ, ടച്ച് വുഡ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, സപ്പോർട്ടും ഉണ്ടാവട്ടെ. ചേച്ചി, പിന്നെ മകളായി, അപ്പോൾ ഈ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരുപാട് സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും. ചേച്ചി അപ്പോഴും ഈ പറയുന്ന പോലെ ഒരു സൈഡില് ഡാൻസ് പാഷൻ അത് കൊണ്ടുപോകുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു സിനിമ, സീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കുട്ടിയായതിനു ശേഷം എങ്ങനെ മാനേജ് ചെയ്തു? അത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ, അമ്മയുടെ ഒക്കെ സപ്പോർട്ട്, അത് നല്ലപോലെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയത്. പിന്നെ മോളും ഒരു അഡ്ജസ്റ്റ് ചെയ്യണ കുട്ടിയായിരുന്നു, ഒരു വാശിക്കാരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ചില കുട്ടികളുണ്ടാവില്ലേ, എനിക്ക് എല്ലാത്തിനും അമ്മ വേണം, ചോറ് വാരി തരണം, അമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി. പാവം കുട്ടിയായിരുന്നു അല്ലേ? നല്ല കുട്ടിയായിരുന്നു. പാവം എന്ന് പറഞ്ഞാൽ മിടുക്കിയായിരുന്നു. പാവമായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. ചെറുപ്പം മുതലേ ചേച്ചി ഇതേപോലെ, കൃപ ചേച്ചി ഇതേപോലെ ഡാൻസ് കുഞ്ഞിലെ മുതലേ? പിന്നെ 3.5 വയസ്സിലാണ് ആദ്യ സ്റ്റേജിൽ കളിച്ചത്. ആദ്യ സ്റ്റേജിൽ ഗുരുവായൂര് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. 3.5 വയസ്സുള്ള ആളെ ഇപ്പൊ എങ്ങനെ പഠിപ്പിച്ചു? 3.5 വയസ്സ് അത് എന്നെ പഠിപ്പിക്കാൻ ടീച്ചർ വരുമായിരുന്നു. ഒരു കലാമണ്ഡലം സുധ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഷീ ഈസ് നോ മോർ. അപ്പോൾ ടീച്ചർ വന്നിട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ ക്ലാസ് നോക്കിയിരിക്കും. അങ്ങനെ ഇതിനോട് ഭയങ്കര ഇഷ്ടം വന്നു ആ കുട്ടിക്ക്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്ന് സ്റ്റേജിൽ കയറ്റാം, അരങ്ങേറ്റമൊന്നും അല്ല, വെറുതെ ഇവളെ കൃഷ്ണൻ കെട്ടിച്ചിട്ട് നമുക്കൊന്ന് കളിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പാട്ട്, ഒരു കയ്യിൽ വെണ്ണയും മറു കയ്യിൽ കുഴലുമായി എന്നൊക്കെ പാടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ആ കുട്ടി കളിച്ച സംഭവമാണ്. അങ്ങനെ അത് പഠിപ്പിച്ചു, ടീച്ചർ കളിപ്പിച്ചു. അത് 3.5 വയസ്സാണ് കുട്ടിക്ക്. എൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഗുരുവായൂര്. പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്നെ ശരിക്കും ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കിയത് തൃശ്ശൂർ ജനാർദ്ദനൻ മാസ്റ്ററാണ് എൻ്റെ ഗുരു. കുറച്ച് കാലങ്ങളോളം, വർഷങ്ങളോളം മാഷ് എന്നെ പഠിപ്പിച്ചു. ഒത്തിരി വേദികളിൽ മാഷ് നല്ല പാടുന്നത് മാഷാണ്, നട്ടുവാങ്കം ചെയ്യുന്നത് മാഷാണ്, പഠിപ്പിക്കുന്നത് മാഷായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി വേദികളിലൂടെ മാഷ് എന്നെ ഒരു നർത്തകി പരിവേഷം എന്നിലേക്ക് നൽകിയത് തൃശ്ശൂർ ജനാർദ്ദന മാഷാണ്. ഇപ്പം കൃപ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചേച്ചി ഇപ്പൊ എത്ര വലുതായാലും എത്ര ഏജ് ആയാലും എല്ലാവർക്കും ഓർമ്മ വരുന്നത് ചിന്താവിഷ്ടയ ശ്യാമളയിലെ അയ്യോ അച്ഛാ പോകല്ലേ. ചേച്ചി, ആ ഒരു സമയത്ത് ഉള്ള എന്തെങ്കിലും മെമ്മറീസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ ആ ഷൂട്ടിംഗ് സമയത്തുള്ള? സത്യത്തിൽ ആ ലൊക്കേഷനിൽ എന്നേക്കാൾ കൂടുതലായിട്ട് മോളുടെ അച്ഛനാണ് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ലൊക്കേഷനിലത്തെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പക്ഷെ കുട്ടി ലൊക്കേഷനിൽ വന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അമ്മ ഹോർലിക്സിന്റെ നിറം എന്താണെന്ന് ശ്രീനി അങ്കിൾ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എനിക്ക് ഹോർലിക്സ് തരുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കറിയാലോ അതിന്റെ നിറം എന്താന്ന്.
പക്ഷേ അത് പച്ചയാണെന്നോ മഞ്ഞയാണെന്നോ അങ്ങനെ എന്തൊരു കൺഫ്യൂഷൻ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു ശരിയായിട്ടുണ്ടാവൂലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അന്ന് ആ കുട്ടി 4ലാ പഠിക്കണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 4ാം ക്ലാസ്സിലാണ്. അതിന് 5ലാണോ നല്ല ഓർമ്മയില്ല. കാലങ്ങൾ കുറേ ആയി. അതെ അതെ അതെ. കറന്റ്ലി ഇപ്പൊ നമ്മൾ ആത്മയുടെ പ്രോഗ്രാമിനാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സൗഹൃദങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ സൗഹൃദങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മയിൽ ആത്മ തുടങ്ങുന്ന ആ കാലഘട്ടം മുതലുള്ള ഒരു മെമ്പറാണ്. ഇന്നും അത് നല്ല രീതിയിൽ അങ്ങനെ തുടർന്നു പോകുന്നു. എല്ലാവരായിട്ടും വലിയ സ്നേഹത്തിലാണ്. അപ്പോൾ ദിനേശ് പണിക്കർ സാറിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹം അപ്പോൾ ഇതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ സൗഹൃദം അന്നും ഇന്നും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗണേശേട്ടൻ, അതുപോലെ മറ്റുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തില്ലേ ഒരു മോഹൻ, അദ്ദേഹത്തെയൊക്കെ ഞാൻ ഇപ്പോൾ ഇതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതെ അതെ. ആൻഡ് ഒരുപാട് വേറെയും എന്താ പറയാ ചാരിറ്റി കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ? പിന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു, എന്തെങ്കിലും രോഗാവസ്ഥ വന്നു, ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട് സത്യത്തിൽ. അതെ അതെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടുവരുന്നൊരു സംഭവമാണ് എന്താ പറയുക, ഒരു സീരിയലിൽ ഒരു വുമനെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവർ ഭയങ്കര പാവം നിഷ്കളങ്ക അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർ ഭയങ്കര വില്ലത്തിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്റ്റോറി ടെല്ലിംഗ് രീതി എപ്പോഴെങ്കിലും മാറ്റണം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ആസ് എ വുമൻ? അല്ല, അത് എന്താണ് പറയുക, ഒരു വ്യക്തി ഒരു ആർട്ടിസ്റ്റിനെ എന്താ പറയുക ഒരു കാറ്റഗറി അങ്ങനെ ഒരു ടൈപ്പ് ആക്കപ്പെടുന്നതിനെ ആണോ ഉദ്ദേശിച്ചത്? ആണോ? അതെ. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കണം. കാരണം ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ രൂപഭാവങ്ങൾക്ക് ചേർന്ന ഒരു ഫിസിക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ അവർ നേരത്തെ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ എഴുതി ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു പക്ഷേ ഈ പറയുന്ന ആർട്ടിസ്റ്റ് അത് സെയിം ക്യാരക്ടർ വേറെ ഏതെങ്കിലും ഒന്നിൽ അഭിനയിച്ചിരിക്കാനും സാധ്യത ഉണ്ട്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് തരുന്ന ഒരു റോള് അത് ചെയ്യാൻ നമുക്ക് പറ്റും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു പോകും. കാരണം നമ്മുടെ ഒരു പ്രൊഫഷനും കൂടിയാണിത്. അതെ അതെ അതെ. ഇതൊരു നമ്മൾ ടൈപ്പാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിർബന്ധിതരാകും അത് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ ഒരു പ്രൊഫഷനാണ്. അതെ. അങ്ങനെ അവിടെ ഒരു സാധ്യത. സിനിമയെക്കാളും കൂടുതൽ സീരിയൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടിലുള്ള പ്രായമായ അമ്മമാരും ഒന്നും ചിലപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കില്ല. ഇവരൊക്കെ പണ്ട് മുതലേ വൈകുന്നേരം ഒരു 6:30-7 മണി മുതലേ ടിവിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ ഒരു ഞാൻ കൂടുതലും ഞാൻ സീരിയൽ ആർട്ടിസ്റ്റുകളാണ് ഈ ആളുകൾ ഇതേപോലെ ഓടി വന്ന് ചില വില്ലൻ റോൾസ് ചെയ്യുന്നവരെ അടിക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഞാൻ AM നസീറിന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഉണ്ടായിരുന്നു. മനസ്സ് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അത് വേറെ ഞാൻ AM നസീർ സാറിന്റെ കുറച്ച് 2-3 സീരിയലൊക്കെ വർക്കുന്നുണ്ട്. അപ്പൊ ഓർമ്മയിൽ മനസ്സ് എന്നുള്ള ആ സീരിയലിലെ ക്യാരക്ടറാന്ന് തോന്നുന്നു. കുറച്ച് വില്ലത്തിയായിരുന്നു. അതിനകത്തൊരു ചെറിയ കുട്ടിയെ ഞാൻ ഉപദ്രവിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നും കാണുന്ന എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ വേലക്കാരി, ഒരു പാറു അമ്മ, ഞങ്ങൾ പാറു അമ്മ അവരുടെ പേരേതാ വിളിക്കുന്നത്, പാറു അമ്മ എന്നാ. ഈ പാറു അമ്മ എപ്പോഴൊക്കെ കണ്ടാലും എന്നോട് വിശേഷങ്ങൾ പറയും. ആ സീരിയൽ കണ്ടുട്ടോ, നല്ല അഭിനയാണ് കേട്ടോ, നല്ല രസം കേട്ടോ, രമക്കുട്ടി എന്നാണ് സ്വാതന്ത്ര്യത്തിൽ വിളിക്കുക. അതൊക്കെ പറയുന്ന ഒരു ദിവസം എന്നെ കണ്ടിട്ട് ഭയങ്കര മുഖം വീർപ്പിച്ചിട്ട് കള്ളി ഇതാണല്ലേ എന്നാണ്. അപ്പൊ ഞാൻ എന്ത് പറ്റി ഈ സ്ത്രീക്കാണാവോ എന്ന് വെച്ച് ഞാനങ്ങ് അടുത്തേക്ക് ഞാനങ്ങ് അടുത്തേക്ക് ചെന്നു. ദുഷ്ട എന്തൊക്കെയാ പറയണ്ടവര്. അപ്പൊ ഞാൻ അടുത്തേക്ക് ചെന്നു. പാറുമേ എന്താ പറ്റിയത്? അതെ, ഇന്നലെ മിണ്ടാൻ വരണ്ടാട്ടോ, ഇന്നലെ സീരിയൽ കണ്ടു. ആ കുട്ടി, ചെറിയ കുട്ടി, എത്ര നല്ല കുട്ടി, അതിനെങ്ങനെ അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ പാടുണ്ടോ? മന്ത്രവാദിയുടെ ക്യാരക്ടർ അങ്ങനെ ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പിന്നെ 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 റെയിൽവേ സ്റ്റേഷൻ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. ആ സീരിയലിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇത് തന്നെ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്.
വഴക്ക് പറഞ്ഞു. ഓ ഇങ്ങനത്തെ റോളൊക്കെ അഭിനയിക്കണോ, ഓ വലിയ പത്രാസുകാരിയെന്നാണ് ഭാവം, അങ്ങനെയൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ആ ക്യാരക്ടർ വിജയിച്ചു. സ്നേഹത്തോടെ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. അതിൽ ഏറ്റവും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ സ്നേഹത്തോടെ ഇങ്ങനെ വന്നിട്ടുള്ള? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നല്ല 3, 4, 5, 10 സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ അവര് പറയും, അയ്യോ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു ആളാണ് കേട്ടോ, എന്റെ ചെറിയമ്മ പോലെ ഇരിക്കുന്നു കേട്ടോ, അങ്ങനെ പറയും. ചിലർ എന്റെ അമ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കുറെ. പിന്നെ ചിലര് നമ്മളെ ആ ഇഷ്ടം കൊണ്ട് നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല ഇവര്, കാരണം നമ്മൾ ടി വിയിലൂടെ ഇവരുടെ വീട്ടിൽ നിന്ന് എത്തല്ലേ. അപ്പോൾ അവർ വിചാരിക്കണം അവരുടെ വീട്ടിലൊരാളാന്ന്. അപ്പോൾ അവരുടെ വീട്ടിൽ കല്യാണം വന്നാലും പിറന്നാൾ വന്നാലും ഒക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മളെങ്ങാനും പറ്റാവുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ പോകും. പോകാതിരുന്ന അവർക്ക് ഭയങ്കര സങ്കടമാണ്. വന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നില്ല, അയ്യോ ഞങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണാൻ, എന്തൊരു ഇഷ്ടമാണ്, കാത്തിരുന്നു, ഒക്കെ ഭയങ്കര സങ്കടം പരിഭവമൊക്കെ പറയും. ചേച്ചിനോട് ഇത്ര നേരം സംസാരിച്ചപ്പോഴേ ഞാൻ ഉള്ളിന്ന് പറയാ, അതായത് ഈ തൃശ്ശൂർ ഭാഷ നമ്മൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഭയങ്കര നമ്മളെ കംഫോർട്ട് ആക്കുക തൃശ്ശൂർ ആ ഒരു കുഞ്ഞി ആ ഒരു സംഭവം. അതൊരു ഭയങ്കര രസമുള്ള രീതി. ആക്ച്വലി ഞാൻ തൃശ്ശൂർ ഭാഷയല്ലല്ലോ പറയണേ, വള്ളുവനാടൻ ഭാഷ. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ വളർന്നത് അവിടെയാണ്. അതെ ആ ഒരു സംഭവം, ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ആ ഭാഗത്താണ് എന്റെ ഒരു വളർച്ച ഉണ്ടായത് ബാല്യകാലങ്ങളൊക്കെ. പിന്നെ കല്യാണം കഴിച്ചിട്ടാണ് തൃശ്ശൂർ വന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നത് അതെ എനിക്കൊരു മിക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അത് രണ്ടും കൂടി. ശരിയായിരിക്കും. അതെ ആ വള്ളുവനാടൻ ടച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പഴയ മൂവീസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ വാത്സല്യം ഒക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു സംഭവം, MT സാറിന്റെ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു സാധനം ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഈ ഡാൻസിന് വരുന്ന കുട്ടികള് ഇവരൊക്കെ എങ്ങനെയാ, മൂവീസ് ഒക്കെ പഴയ മൂവീസ് ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്? കുട്ടികള് മൂവീസ് ഒക്കെ കാണുന്ന കുട്ടികൾ തന്നെയാണ്. പഴയ കാലത്തെ മൂവീസിനേക്കാളും അവര് അന്നന്ന് അപ്പോ ആ കാലത്ത് നടക്കുന്ന മൂവീസാണ് ഇന്നത്തെ കാലത്തെ. ഇപ്പൊ വരുന്ന കുട്ടികൾക്കൊന്നും പഴയ മൂവീസിനെ കുറിച്ചൊന്നും നടീനടന്മാരെ കുറിച്ചൊന്നും വല്ലാത്തൊരു ബോധമൊന്നുമില്ല. ഇപ്പൊ KP ഉമ്മർ, ബഹദൂർ ഖാൻ, ഉമർ സാറ്, ബഹദൂർ ഖാൻ, പ്രേം നസീർ സാറിനെ പിന്നെ ഇന്നും പലരെയും കുട്ടികൾക്ക് കൊട്ടാരക്കര സാർ ആരാ ചോദിച്ചാൽ അറിയണില്ല പലർക്കും. ചെറിയ ഇന്നത്തെ ഒരു 15 വയസ്സിന് താഴെയുള്ളവർക്ക്, അല്ലാത്തവർക്കല്ല കേട്ടോ, എല്ലാവർക്കും അറിയാം. പ്രഗത്ഭരായിട്ടുള്ള നടന്മാരല്ലേ, പടൂർ ബാസി സാറായാലും അവരൊക്കെ ഒരു 10th പഠിക്കുന്ന വരെയുള്ള പിള്ളേർക്ക്. അതെ. പിന്നെ പഴയ സിനിമ കാണുന്നത് കുട്ടികൾ കുറവാണല്ലോ, വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. നിങ്ങളുടെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാ വീട്ടില്? വെജിറ്റേറിയൻ ആണ്. ഓക്കെ. വെജിറ്റേറിയൻസ് ആവുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഇവന്റ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ആയിരിക്കുമല്ലോ, ചോയ്സസ് കുറവായിരിക്കുമല്ലോ. എന്താണ് ഏറ്റവും ഫേവറേറ്റ്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചോറ്, സാമ്പാർ, ഓരോഴ്ച കറി, പിന്നെ ഉപ്പേരികള്, അവിയല്, അങ്ങനെയൊക്കെ. തൈരും ഒരു ഉപ്പിലിട്ടതുണ്ടായ പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നും വേണ്ട, അത് മതി, സന്തോഷം. മോൾക്കും അത് തന്നെയാണോ? പിന്നെ മോളും വെജിറ്റേറിയൻ ആണ്. അതെ. യാത്രകള് ചെയ്യാറുണ്ടോ? ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്സ് ആണോ അതോ? ഇന്റർനാഷണൽ ട്രിപ്പും ഇഷ്ടമാണ്, പോയിട്ടുണ്ട്. ധാരാളം പ്രോഗ്രാം സംബന്ധിച്ചൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിലായാലും UAE-യിലെല്ലാം മിക്ക കൺട്രീസിൽ എത്തിയിട്ടുണ്ട്. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇനി എത്ര തവണ പോയാലും മടുക്കാത്തൊരു പ്ലേസ് ഏതായിരിക്കും? എനിക്ക് അമേരിക്കയിൽ പോകാൻ തന്നെ ഇഷ്ടം ആണ്. എന്തുകൊണ്ടാ റീസൺ? അത് കാരണം ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് പോയത്. അവിടെ നവാദ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിയിലാണ് പോയത്. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ഒരു 3000 കുടുംബങ്ങള് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ കൾച്ചർ. എന്നിട്ട് അവരൊക്കെ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് അവരുടെ പേരടക്കം ഹിന്ദു നെയിമൊക്കെ ആക്കി മാറ്റിയിട്ട് വെജിറ്റേറിയൻസ് ആയിട്ടൊക്കെ ജീവിക്കുന്ന, വളരെയധികം ഈ ചാൻറ്റിങ് ഒക്കെ, നമ്മുടെ മന്ത്രങ്ങളൊക്കെ ചാൻറ്റ് ചെയ്ത് യോഗയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് കലയൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യൻ കൾച്ചർ അവർ ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായി, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര ലവിങ് നേച്ചറായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു 42-43 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര നല്ലൊരു സംഭവമായി. അതിന് കാരണക്കാരി ഇത് മോളുടെ സ്കൂളിലത്തെ ഫൗണ്ടർ പ്രിൻസിപ്പൽ കൂടിയാണ്, ഡയറക്ടറാണ് അവര് നളിനി ചന്ദ്രമേനോൻ. ഷീസ് എ ജെം ഓഫ് ലേഡി ഇൻ തൃശ്ശൂർ. അപ്പൊ അവരാണ് അതിന് കാരണക്കാരിയായത്. അവരൊരു 10 കുട്ടികളെ അവരുടെ സ്കൂളിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ച് ടീച്ചേഴ്സിനെ, 2-3 ടീച്ചേഴ്സിനെ, പാരന്റിനെ
ഭാഗത്തു നിന്ന് എന്നെ സെലക്ട് ചെയ്തു. കാരണം അത് ഞാൻ ആസ് ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് എന്നെയും കൂടി സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പൊ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആ ഒരു ട്രിപ്പിൽ. അപ്പൊ ഇനിയും കാലിഫോർണിയയിൽ വിസിറ്റ് ചെയ്ത് അവരെയൊക്കെ കാണാൻ ഉടനെ തന്നെ സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം, നമ്മൾ ഒരുപാട് ടോപ്പിക്സ് സംസാരിച്ചു പോയി, ഒരുപാട് സന്തോഷം. ഇനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.